ലോകസമാധാനത്തിനു വേണ്ടി പ്രയത്നിച്ച പ്രിയ നേതാവിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് തുടക്കമിട്ടപ്പോൾ ജോഹന്നാസ്ബർഗിലെ ഫുട്ബോൾ സ്റ്റേഡിയം മറ്റൊരു ചരിത്രത്തിനു കൂടി സാക്ഷിയാവുകയായിരുന്നു. 23 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയപ്പോൾ മണ്ടേലയ്ക്ക് സ്വീകരണം നൽകിയതിന് വേദിയായതും ഇതേ സ്റ്റേഡിയം തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയും ക്യൂബൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോയും തമ്മിൽ കൈപിടിക്കുന്നതിനും സ്റ്റേഡിയം വേദിയായി. 3 ദിവസത്തെ പരമ്പരാഗത ചടങ്ങുകൾക്ക് ശേഷമാണ് അനുസ്മരണ ചടങ്ങ് നടന്നത്. ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള പതിനായിരങ്ങളാണ് പ്രിയ മാഡിബയ്ക്ക് ആദരമർപ്പിക്കാനെത്തിയത്. ചടങ്ങിനിടെ പെയ്ത ചാറ്റൽ മഴ ദുഃഖത്തിൽ പ്രകൃതിയുടെ പങ്കുചേരലായി മാറി. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ, ക്യൂബൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോ, UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ, ഫലസ്തീൻ നേതാവ് മഹ്മൂദ് അബ്ബാസ് തുടങ്ങി ലോക നേതാക്കൾ ചടങ്ങിൽ പങ്കുചേർന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാഷ്ട്രപതി പ്രണബ് മുഖർജി പങ്കെടുത്തു. സമീപകാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ അനുസ്മരണ ചടങ്ങാണ് ജോഹന്നാസ്ബർഗിൽ നടന്നത്. മണ്ടേലയുടെ ചിത്രങ്ങളും ബാനറുകളുമായി ആടിയും പാടിയുമാണ് ആരാധകർ പ്രിയ നേതാവിന് ആദരമറിയിച്ചത്. ഞായറാഴ്ചയാണ് മണ്ടേലയുടെ സംസ്കാര ചടങ്ങുകൾ. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.